ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ ആ ക്ലിപ്പ് എടുത്ത് വെച്ച് ഞാനിവിടെ ആദ്യ തുടക്കത്തിലൊന്ന് ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു വ്ളോഗാട്ടോ. അതിൻ്റെ അകത്ത് റെസിപ്പീസ് ഉണ്ട്, പിന്നെ ചെറിയ ചില വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ രാവിലെ ഇന്നലെ രാത്രിയാക്കി വെച്ച ചിക്കൻ്റെ സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പം അതും അതിൻ്റെ കൂട്ടത്തിൽ അപ്പത്തിൻ്റെ മാവ് കുറച്ചുണ്ടായിരുന്നേ. അപ്പം അപ്പത്തിൻ്റെ മാവും കൂടെ ചേർത്ത് അതായിരുന്നു രാവിലത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അപ്പത്തിൻ്റെയും സ്റ്റൂവിൻ്റെയും ഒന്നും റെസിപ്പി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അതൊക്കെ ഇന്നലെ ചെയ്തു വെച്ച തലേ ദിവസമായി ചെയ്തു വെച്ച കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് റെസിപ്പി ഉൾപ്പെടുത്താൻ പറ്റാത്തത്. ഇനി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം, ഇതാക്കുന്ന ഒരു ദിവസം ഞാനത് ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ആ വീഡിയോ എനിക്കിവിടെ അപ്ലോഡ് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായിരുന്നു. അതിപ്പം എൻ്റെ കയ്യിൽ പാലക്കിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പരിപ്പും പാലക്കും കൂടെ ചേർത്തിട്ട് ഒരു കറിയാക്കാം എന്നുള്ള രീതിയിൽ പാലക്കാണ് ഞാനിപ്പം ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം പാലക്ക് ചീരയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ സാധാരണ ചീര ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉലുവച്ചപ്പ് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇത് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പ് തന്നെ മതി. ഇതിന് പകരം ഇനിയിപ്പോൾ ഓറഞ്ച് കളറുള്ള ഒരു പരിപ്പില്ലേ, അതാണേലും കുഴപ്പമില്ല. മറ്റേ കടലപ്പരിപ്പ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കില്ലേ, പാലക്കിൻ്റെ ചീരയും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒന്നിച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഇല്ലെന്നാണെങ്കിൽ ഇതൊരു 2 വിസിൽ പരിപ്പ് വേവിച്ച ശേഷം വേണമെങ്കിലും ഇടാം. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടൊരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പം അങ്ങനെ ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അവസാനമാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. കാരണം കുറേ പേരൊന്നും ആദ്യമേ ഉപ്പിട്ടിട്ട് വേവിക്കാറില്ല, അതുകൊണ്ട് പറഞ്ഞ്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകവും ഏതാണ്ട് ഒരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒപ്പം വേകാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം കൂടെ വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ പരിപ്പ് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വേവെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇല്ലെന്നാണെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ ഇടാവേ. പിന്നെ എരിവിന് വേണ്ടി 2 മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേകുന്നത്ര ഞാനൊരു 2 വിസിൽ വരെയാണ് വേവിച്ചത്. 2 വിസിലില്ലെങ്കിലും കുഴപ്പമില്ല, 1 വിസിലിനൊക്കെ വേഗം പെട്ടെന്ന് വേകുന്നതാണ് ഈ ഒരു പരിപ്പ്. അന്നേരത്തേക്കും ഇപ്പുറത്ത് അരി വെന്തോണ്ടിരിപ്പുണ്ട് ചോറിന് വേണ്ടിയിട്ടുള്ള. ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചോറ് വയ്ക്കുന്നത്. കുത്തരി വെച്ചിട്ട് എപ്പോഴും ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഒരു നാടൻ രീതിയിലേക്ക് കുത്തരി കഴിക്കണം അങ്ങനെ ഒരു തോന്നൽ തോന്നുമ്പോഴേ കുത്തരി വയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളേരി എന്തെങ്കിലും വയ്ക്കൽ. പിന്നെ ഇത്രയും ഒരു പകുതിമുക്ക വേവായ ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. കാരണം സിയയ്ക്ക് കഞ്ഞിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണെങ്കിലും കഞ്ഞിവെള്ളം അവൾ കുടിക്കുന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്ന സമയം അവിടെ സൈഡിൽ അവൾ വന്ന് നിന്ന് അവളുടെ ബാഗും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇരുന്ന് കളിയാണ്. അതായത് ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് മിക്കപ്പോഴും ഇതിപ്പോൾ അടങ്ങി നിൽപ്പുണ്ട്. ഇല്ലെന്നാണെങ്കിൽ ഇവിടുന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളും അവിടുന്ന് ആ ടിന്നിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയി അവിടെ കൊണ്ടുപോയി വെച്ച് തുറന്ന് വെച്ച് മുഴുവൻ എടുത്ത് കളിച്ച് അങ്ങനെ ഇരിക്കുന്നത്. ഇന്നൊക്കെയാലും കുറച്ച് അടങ്ങി ഇവിടെ വന്ന് സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തത് ഒരു തോരൻ വയ്ക്കാൻ പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും പച്ചമുളകും സവോളയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം ബീട്രൂട്ട് അരിഞ്ഞിരിക്കുന്നത് ചോപ്പറിൻ്റെ അകത്താണ്. കാരണം ഈ ബീട്രൂട്ടൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ചോപ്പറാണ് ബെസ്റ്റ്. ഇല്ലെന്നാണെങ്കിൽ ഒന്നാമത് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ഫുള്ള് കളറാവും.
അതുമല്ല ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പിൻ്റെ അകത്തോട്ട് ഒരു കൂട്ട് അതായത് തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 വെളുത്തുള്ളിയും ഒരു 1/2 സ്പൂണോളം തന്നെ ജീരകവും ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 മൂറി സവോളയെ ഇട്ടിട്ടുള്ളൂ. അതിന് പകരം നമ്മളുടെ സാധാരണ ചെറിയുള്ളിയാണേലും മതി. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്ത് അതിൻ്റെ അകത്തോട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരഞ്ഞോട്ടെ. അന്നേരത്തേക്കും നമ്മളുടെ നേരത്തെ ഇളക്കി കൂട്ടി വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, അത് ഏതാണ്ടൊന്ന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെന്തതിൻ്റെ അകത്തോട്ട് ഒരു പിടി തേങ്ങ ഇടുക. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ആ തേങ്ങയൊന്ന് അതായത് ജസ്റ്റ് ഒന്ന് ആവി കയറി വന്നാൽ തന്നെ നമ്മളുടെ തോരൻ റെഡിയായി. ഇങ്ങനെ ഞാൻ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുന്നത് ഒത്തിരി വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലും തോരൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലയെന്ന്. അതുകൊണ്ടാട്ടോ ഇത് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞത്. നേരത്തേക്ക് നമ്മളുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിപ്പം അതിൻ്റെ കാറ്റെല്ലാം പോയി. അതായത് 2 വിസിൽ ഞാൻ അടിച്ചെടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അന്നേരം നോക്കുമ്പം അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ പരിപ്പെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ അരച്ച മിക്സി ജാറ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ പരിപ്പ് കറിക്കകത്ത് തീരെ വെള്ളമില്ലാണ്ടാണ് അതിപ്പം വെന്ത് വന്നിരിക്കുന്നത്. ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് അന്നേരം മാത്രമേ നമ്മൾ ആ ചേർത്തിരിക്കുന്ന തേങ്ങയൊന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായി തിളച്ച് വെന്ത് വരത്തുള്ളൂ. ഇല്ലെന്നാണ് ആ തേങ്ങ ഒരു പച്ച ചൊവയായിട്ട് കിടക്കും. പിന്നെ ഈ സമയത്ത് നോക്കുക ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. വേണമെന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ചേർത്ത് കൊടുക്കും. കടുക് ഒന്ന് പൊട്ടി വന്നതും അതിലേക്ക് ഒരു വെളുത്തുള്ളി മുറിച്ചിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോളയും ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കുക. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ഇതൊരു ഇലക്കറി ആയതുകൊണ്ട്, ഇലയാണല്ലോ നമ്മൾ ഇതിൻ്റെ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തിട്ടില്ല. ഇനിയിപ്പം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ വേവിച്ച പരിപ്പുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ഈ താളിച്ച കടുകും കൂടെ ചേർക്കുക. ഇനിയിപ്പം കടുക് പരിപ്പിൽ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ജീരകമായാലും പൊട്ടിച്ചിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം വീട്ടിൽ നിന്ന് കുറച്ച് നെയ്യും ബീഫ് വറുത്തതും ഒക്കെ കൊടുത്ത് വരുന്നുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് പൊട്ടിക്കുന്ന ഭാഗമാണ്. നെയ്യ് കണ്ടപ്പോഴത്തേക്കും സിയ വിചാരിച്ച് അത് ജ്യൂസാണെന്നും പറഞ്ഞുകൊണ്ട് അത് ഓപ്പണാക്കാൻ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. അത് ആ പാത്രത്തിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നത്. പിന്നെ കുറച്ച് അലുവയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വീട്ടിൽ നിന്ന് കൊടുത്ത് കിട്ടതല്ല. അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ബീഫ് എടുത്ത് ഫ്രൈ ആക്കി അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫ് ഞാൻ ആദ്യമേ പാനിൻ്റെ അകത്തിട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടാവുന്നത് വരെ മിക്സാക്കി എടുത്തു. എന്നിട്ടൊരു സവോള അതിൻ്റെ അകത്തോട്ട് മുറിച്ചിട്ട്, കാരണം നാട്ടിൽ നിന്ന് കൊടുത്തയച്ചപ്പോഴും അമ്മ പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് സവോള ഇടാണ്ടാണ് ഫ്രൈ ആക്കി വിട്ടിരിക്കുന്നത്. കാരണം സവോള ഇട്ടാൽ എങ്ങാനും ചീത്തയായി പോയാലോന്നും കൊണ്ട് സവോള ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 2 വെളുത്തുള്ളിയൊക്കെ മുറിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് ശരിക്കും മൂപ്പിച്ച് വറുത്തെടുക്കുക ചെയ്തത്. അങ്ങനെ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഫുഡ് മെനു. അന്നേരത്തേക്കും തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കൂടെ അങ്ങ് കഴുകി വെച്ചു. പിന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം അഭിപ്രായം ഉണ്ടോ, അതായത് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അതല്ലെന്നാണെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസോ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വീഡിയോസ് ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അങ്ങനെ ബീഫ് ഫ്രൈയും ചേർത്ത് നമ്മളുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ബീഫ് ഫ്രൈ, അതും നല്ല നാടൻ ബീഫ് ഫ്രൈ, പിന്നെ പാലക് ചപ്പിട്ടിട്ടുള്ള പരിപ്പ് കറി, ബീറ്റ്റൂട്ട് തോരൻ, ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഫുഡ്.
ഇത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മളൊന്ന് എപ്പോഴും രാത്രി നമ്മളിങ്ങനെ പുറത്ത് നടക്കാൻ പോകാനും പകൽ മുഴുവൻ ഞാനും കൊച്ചും തന്നെ വീട്ടിലിരിക്കുമല്ലേ, അതുകൊണ്ട് ഒന്നൊരു പുറത്തിറങ്ങി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ പുറത്തിറങ്ങി നടക്കുക. ഈ ചേൻ പുറകെ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവക്ക് ലുലു കണ്ടിട്ടുണ്ട്, പിന്നെ വേറെ എവിടെയും പോകണ്ട, ഫസ്റ്റ് ലുലുവിൽ പോകണം. അങ്ങനെ ലുലുവിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ പിള്ളേരെ കളിക്കുന്ന സൈലോഫോണിനും പറഞ്ഞിട്ടുള്ള ഈ ടോയ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ മുതലേ വേണം എന്ന് പറഞ്ഞിട്ട് വാശി, എന്നിട്ട് ബിൽഡസ്കിൽ നോക്കി നിൽക്കുന്നതാണ് കണ്ടേ. പിന്നെ വീട്ടിലെത്തുന്ന വരെ ഈ സാധനം കൈ വെച്ചിട്ടില്ല. പിന്നെ വേറൊരു ഗുണം ഇതെന്നാന്ന് വെച്ചാൽ ഈ സാധനം ഇതെന്നല്ല എന്ത് തന്നെ ആയിരുന്നാലും വാങ്ങിയൊരു 2 ദിവസം അത് വെച്ചിട്ട് കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നോക്കത്തുമില്ല, അതെവിടെയെങ്കിലും ആയിരിക്കും. അത് അതിൻ്റെ ഓരോ പാർട്സ് ഓരോ സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്